എക്കോളജിയിലെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന അധ്യായത്തിലെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഓർഗാനിസംസിനെ കുറിച്ചാണ് പഠിച്ചതെങ്കിൽ ഇന്ന് നമുക്ക് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, ഇക്കോളജിക്കൽ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിലെ അടുത്ത ഘട്ടമായ പോപ്പുലേഷനിലേക്കാണ് വരേണ്ടത്. പോപ്പുലേഷൻ എന്താണ്? പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു നിർത്തിയ ഏതെങ്കിലും ഒരു സ്പീഷീസിൻ്റെ കൂട്ടത്തെയാണ് ഓർഗാനിസം എന്ന് വിളിച്ചതെങ്കിൽ, ഒരു സ്പീഷീസ് ഓർഗാനിസം ആണെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സ്പീഷീസിൻ്റെ കൂട്ടമാണ് പോപ്പുലേഷൻ. നമ്മളെപ്പോഴും ഹ്യൂമൻ പോപ്പുലേഷൻ എന്ന വാക്ക് എപ്പോഴും കേൾക്കാറുണ്ട്. ഡെമോഗ്രഫിക്കലി പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ജനസംഖ്യാശാസ്ത്രപരമായി മനുഷ്യൻ്റെ കൂട്ടത്തിനെയാണ് പോപ്പുലേഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഇക്കോളജിയിൽ അങ്ങനെയല്ല. പട്ടിയുടെ കൂട്ടമുണ്ടെങ്കിൽ അത് പട്ടിയുടെ പോപ്പുലേഷൻ, പൂച്ചകളുടെ കൂട്ടത്തെ പൂച്ചകളുടെ പോപ്പുലേഷൻ, നിങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന തുമ്പച്ചെടിയുടെ കൂട്ടം അതിന് തുമ്പയുടെ പോപ്പുലേഷൻ, തുളസിയുടെ പോപ്പുലേഷൻ. അപ്പോൾ ഏതൊരു സ്പീഷീസിൻ്റെയും കൂട്ടമാണ് പോപ്പുലേഷൻ. ഒരു പ്രദേശത്തെ, ഒരു ഹാബിറ്റാറ്റിലെ, ഒരു ഇക്കോസിസ്റ്റത്തിലെ പോപ്പുലേഷനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഈ ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായും ഇന്ന് പഠിക്കുന്നത്. പ്രധാനമായും 4 ഘടകങ്ങളാണ് ഒരു പ്രദേശത്തെ പോപ്പുലേഷനെ സ്വാധീനിക്കുന്നത്. അത് ഒന്ന് നേറ്റാലിറ്റി അല്ലെങ്കിൽ ബർത്ത് റേറ്റ്, മോർട്ടാലിറ്റി അല്ലെങ്കിൽ ഡെത്ത് റേറ്റ്, സെക്സ് റേഷ്യോ, ഏജ് ഡിസ്ട്രിബ്യൂഷൻ. ഇവ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു പ്രദേശം, ഒരു നഗർ, ചില കോർപ്പറേഷൻ ഏരിയയിലൊക്കെ നഗരമായിരിക്കും, ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ പഞ്ചായത്തും അവിടെ വാർഡുകളുമൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഒരു വാർഡിലേക്ക് വരികയാണ്. ഈ വാർഡിൽ 2020, ഈ വർഷം തന്നെ നമുക്കെടുക്കാം, 2020 ജനുവരി 1-ാം തീയതി 1000 പേര് ഉണ്ടായിരുന്നുവെന്ന് കരുതുക. 1000 പേരുണ്ടായിരുന്നു. ഈ ഒരു വർഷ സമയം കൊണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം 2021 ജനുവരി 1 ആ ഒരു വർഷ ഗ്യാപ്പിനിടയിൽ ഈ പ്രദേശത്ത് സപ്പോസ് 50 പേര് ജനിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ബർത്ത് റേറ്റ്? ഇപ്പോൾ എന്താണ് ബർത്ത് റേറ്റ് എന്നൊക്കെ മനസ്സിലായല്ലോ. നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആഡഡ് ബൈ ബർത്ത് ബൈ ഇനിഷ്യൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ ടോട്ടൽ ഇനിഷ്യൽ പോപ്പുലേഷൻ. അവിടെ ആകെ ഉണ്ടായിരുന്ന ജനസംഖ്യ, ആ ജനസംഖ്യയിലേക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ, യൂണിറ്റ് ടൈമിൽ ആഡ് ചെയ്യപ്പെട്ട എണ്ണത്തെയാണ്, ബൈ ബർത്ത് ആഡ് ചെയ്യപ്പെട്ട എണ്ണത്തിനെയാണ് നേറ്റാലിറ്റി അല്ലെങ്കിൽ ബർത്ത് റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. നേറ്റാലിറ്റി, ബർത്ത് റേറ്റിനെ സൂചിപ്പിക്കാൻ ഞാൻ ഉപയോഗിച്ച വാക്ക് ബർത്ത് റേറ്റ്. ദിസ് ഈസ് ബർത്ത് റേറ്റ്. ബർത്ത് റേറ്റിനെ സൂചിപ്പിക്കുവാൻ സ്മാൾ ബി എന്ന ലെറ്ററാണ് ഉപയോഗിച്ചതെങ്കിൽ ഈ ദിസ് ഈസ് ക്യാപിറ്റൽ ബി. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ബർത്ത്. ഇത് രണ്ടും വ്യത്യാസം മനസ്സിലായല്ലോ. നമ്പർ ഓഫ് ബർത്ത് ആണ് ക്യാപിറ്റൽ ബി, ബർത്ത് റേറ്റ് ആണ് സ്മാൾ ബി. അപ്പോൾ ഇവിടുത്തെ ബർത്ത് റേറ്റ് എത്രയെന്ന് കിട്ടി? 0.05 അല്ലേ? 0.05. ദാറ്റ് ഈസ് ദ ബർത്ത് റേറ്റ്. ആ പറഞ്ഞ ലൊക്കാലിറ്റിയിലെ ബർത്ത് റേറ്റ് ഇതാണ്. ഇതുപോലെ വാട്ട് ഈസ് ഡെത്ത് റേറ്റ്? ഡെത്ത് റേറ്റ് സ്മാൾ ഡി. നമ്മൾ ഈ പറഞ്ഞ വാർഡിൽ അല്ലെങ്കിൽ ഈ നഗറിൽ ഈ സമയത്തിനിടയ്ക്ക്, ഈ ഒരു വർഷ സമയത്തിനിടയ്ക്ക് 30 പേര് മരിച്ചു എന്നിരിക്കട്ടെ. അവിടുത്തെ ഇനിഷ്യൽ പോപ്പുലേഷൻ 1000 ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഡെത്ത് റേറ്റ് കിട്ടി നമ്പർ ഓഫ് ഡെത്ത്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഡി, ആൻഡ് ഡെത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു 0.03. സീ ദ ഡിഫറൻസ്? ഡെത്ത് റേറ്റ് 0.03 ആണ്, ഡെത്ത് 30 ആണ്. അപ്പോൾ 1000 പേർക്ക് 50 പേര് ജനിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് ജനിച്ചത് എത്ര? സോ ദാറ്റ് ഈസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ വേ. 1000 പേരിൽ 30 പേര് മരിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരാൾക്കുള്ള മരണനിരക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഡെത്ത് റേറ്റ്. സോ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്. സ്വാഭാവികമായും ആ പ്രദേശത്തെ ജനസംഖ്യ വളർച്ചയോ അല്ലെങ്കിൽ ജനസംഖ്യ തളർച്ചയോ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഈ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും എന്ന് നമുക്ക് മനസ്സിലായി കാണുമല്ലോ. അതേപോലെ തന്നെ അടുത്തായി സെക്സ് റേഷ്യോ. എന്താ സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ? ഈ ഡയഗ്രത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം. സെക്സ് റേഷ്യോ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫീമെയിൽസ്, നമ്പർ ഓഫ് female
ടു നമ്പർ ഓഫ് മെയിൽ. ഒരു പ്രദേശത്തെ ഫീമെയിലും ആൺ പെൺ അനുപാതം ഇത് ആ പ്രദേശത്തെ പോപ്പുലേഷനെ സ്വാധീനിക്കുമോ എന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ അവസാനത്തെ സെൻസസ്, ഇന്ത്യയിലെ അവസാനത്തെ സെൻസസ് നടന്നത് 2011 10 വർഷം കൂടുമ്പോഴാണല്ലോ സെൻസസ് നടക്കുന്നത്. 2011 സെൻസസ് പ്രകാരം ഇപ്പോൾ ഇന്ത്യയിൽ 940 ഫീമെയിൽ ആണ് 1000 മെയിലിന് ഉള്ളത്. അതേസമയത്ത് ഈ സെക്സ് റേഷ്യോ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇത് ഇന്ത്യയുടെ കാര്യമാണെങ്കിൽ കേരളയുടെ കാര്യം വരുമ്പോൾ ഈ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 1084 ഫീമെയിൽ ഉണ്ട് 1000 മെയിലിന്. സീ ദ ഡിഫറൻസ്? കണ്ടില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മൊത്തത്തിലെടുക്കുമ്പോൾ ഇന്ത്യൻ ജനസംഖ്യയുടെ മെയിൽസിനേക്കാൾ ഫീമെയിൽസിൻ്റെ അനുപാതം കുറഞ്ഞിരിക്കുന്നത്? കേരളത്തിൽ വന്നപ്പോൾ എന്തുകൊണ്ട് മെയിൽസിനേക്കാൾ കൂടുതൽ ഫീമെയിൽസ് ഉണ്ട്? ഇവിടെ കൊടുത്തിരിക്കുന്ന ചില സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് തുടർന്ന് ഈ സ്ലൈഡുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ എങ്ങനെയാണ് ഒരു പ്രദേശത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റിയിലേക്ക് അത് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ കണക്കുകൾ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഈ റേഷ്യോ വല്ലാതെ വ്യത്യാസപ്പെടുന്നു. സപ്പോസ് 1000 മെയിൽസിന് ഒരു 600 ഫീമെയിലേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ആ ഒരു സംസ്ഥാനത്ത് മാത്രം ഫീമെയിൽസിൻ്റെ എണ്ണം ഇങ്ങനെ ക്രമാതീതമായി കുറയുന്നതിനുള്ള കാരണം എന്താണ്? പല ഏജൻസികൾക്കും അവിടെ ഇടപെട്ട് പഠനം നടത്തേണ്ടി വരും. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പഠനം നടത്തേണ്ടി വരും. ഇവിടെ ഫീമെയിൽ ചൈൽഡിനെ ഡ്യൂറിങ് പ്രഗ്നൻസി നശിപ്പിക്കുന്നത് കൊണ്ടാണോ, ലിംഗനിർണ്ണയം നടത്തി ഫീമെയിൽ ചൈൽഡിനെ നശിപ്പിക്കുന്നത് കൊണ്ടാണോ, അത് ഭാവിയിൽ അവിടുത്തെ ജനസംഖ്യയെ എങ്ങനെ ബാധിക്കും? ഇത്തരത്തിലുള്ള ഇടപെടലുകൾക്ക് സെക്സ് റേഷ്യോ ആവശ്യമാണ്. സെക്സ് റേഷ്യോ ഒരു പ്രദേശത്തെ പോപ്പുലേഷനെ സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചാൽ, എത്തിക്കലി ബൗണ്ടായിട്ടുള്ള സ്പീഷീസുകളിലൊക്കെ ജനറേഷനുകളിലൊക്കെ അത് ബാധിക്കുമെന്ന് നമുക്കറിയാം. പലപ്പോഴും പല ആനിമൽസിൻ്റെയും പോപ്പുലേഷനെ അത് ബാധിച്ചിട്ടില്ല എങ്കിൽ പോലും ഹ്യൂമൻ ബീങ്സിനെ പോലെയൊക്കെയുള്ള സ്പീഷീസുകളിൽ ആ സെക്സ് റേഷ്യോ പ്രദേശത്തെ പോപ്പുലേഷനെ ബാധിക്കാറുണ്ട് എന്നും നമുക്ക് പറയേണ്ടി വരും. അതാണ് സെക്സ് റേഷ്യോ. നാലാമതായി ഏജ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ഏജ് ഡിസ്ട്രിബ്യൂഷൻ? ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഏജ് ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്ന അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഏജ് ഗ്രൂപ്പിനെ കാണിക്കുന്ന 3 പിരമിഡുകൾ കാണാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇവിടെ ആദ്യത്തെ പിരമിഡ് എക്സ്പാൻഡിങ് എന്നും, രണ്ടാമത്തെ പിരമിഡ് സ്റ്റേബിൾ എന്നും, മൂന്നാമത്തേതിനെ ഡിക്ലൈനിങ് എന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് 3 കളറിൽ കാണിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ വാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു സംസ്ഥാനം, അവിടുത്തെ ഇപ്പോൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനമാണ് ആദ്യം കിടക്കുന്നതെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ രണ്ടാമത് കിടക്കുന്ന മറ്റൊരു സംസ്ഥാനമാണെന്നിരിക്കട്ടെ, മൂന്നാമത് നമ്മുടെ ഇന്ത്യയിലെ മൂന്നാമതൊരു സംസ്ഥാനമാണെന്നിരിക്കട്ടെ. ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ആദ്യത്തെ കേസിൽ എയിൽ ആ പ്രദേശത്തുള്ള ജനങ്ങളെ, ഇപ്പം മനുഷ്യൻ്റെയാണിത് പറയുന്നതെങ്കിൽ, മനുഷ്യൻ്റെ പോപ്പുലേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ, ഏത് ജീവിയുടെ പോപ്പുലേഷനെ കുറിച്ചും ആവാം, മനുഷ്യൻ്റെ പോപ്പുലേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെയുള്ള ജനങ്ങളെ പ്രധാനമായും 3 ഏജ് ഗ്രൂപ്പുകളായി മാറ്റിയിട്ടുണ്ട്. പ്രീ റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ്, റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ്, പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ്. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന നിങ്ങൾ ഇതിൽ ഏത് ഗ്രൂപ്പിൽപ്പെടും? യെസ്, റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പിൽ പെടുന്നവരാണ്. അപ്പോൾ പ്രത്യുൽപാദന ശേഷി ആർജിച്ചിട്ടില്ലാത്ത ഗ്രൂപ്പാണ് പ്രീ റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ്. പ്രീ ഫെർട്ടിലൈസേഷൻ ഇപ്പോൾ നമ്മൾ പഠിച്ചതാണ് പ്രീ റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ്. ദെൻ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തവർ ആണ് റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ്. ഇനി പ്രത്യുൽപാദന ക്ഷമത നഷ്ടപ്പെട്ട ഏജ് ഗ്രൂപ്പ്, ഓൾഡ് ഏജ് ഗ്രൂപ്പാണ് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ്. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന്, ആദ്യത്തെ ഗ്രാഫിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുന്നത് എന്താണ്? എക്സ്പാൻഡിങ് എന്നാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. എക്സ്പാൻഡിങ് പിരമിഡാണ്. എന്താ അതിൻ്റെ അർത്ഥം? അവിടെ പ്രീ റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പും റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പും പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പിനെ അപേക്ഷിച്ച് കൂടുതലാണ്. സർഫസ് അതിൻ്റെ ഏരിയ കാണിക്കുന്നത് അങ്ങനെയാണ് പിരമിഡിൻ്റെ. അപ്പോൾ എന്ത് സംഭവിക്കും? റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പിൻ്റെ ഇടപെടൽ കൊണ്ട് ഇപ്പോൾ പോപ്പുലേഷൻ കൂടും.
ഇനി നാളകളിൽ പ്രീ റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ് ആവുന്നതോടുകൂടി നാളകളിലും കോൺസ്റ്റൻ്റ് ആയിട്ട് പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കും. മറുവശത്ത് റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പിലെ ഒരു വിഭാഗം പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പായി മാറും എന്നുള്ളത് ശരിയാണ്. എന്നാലും ഗ്രാജുവലി പോപ്പുലേഷൻ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് ഈ ചിത്രം പറയാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് സ്റ്റേബിൾ അല്ലെങ്കിൽ ബെൽ ഷേപ്പ്ഡ് എന്നും പറയാറുണ്ട് ഇക്കോളജിയിൽ. ആ പിരമിഡിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രീ റീപ്രൊഡക്റ്റീവ് ആൻഡ് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ് ഒരു പരസ്പര സന്തുലനം, ഒരു ബാലൻസ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് കാരണം ഒരു വശത്ത് ജനനം നടക്കുന്നു, ആനുപാതികമായി മരണവും നടക്കുന്നുകൊണ്ട് ആ പ്രദേശത്തെ പോപ്പുലേഷൻ ഒരുവിധം സ്റ്റേബിളായി നിൽക്കും എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. മൂന്നാമത്തെ പിരമിഡ് ഡിക്ലൈനിങ്, വാക്കിൽ തന്നെ അർത്ഥമുണ്ടല്ലോ, അല്ലെങ്കിൽ ഇക്കോളജിയിൽ അൺഷേപ്പ്ഡ് എന്നും പറയും. URN അൺ എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാം കലശം എന്നൊരു ചടങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ചെറിയ സൈസ് കുടമുണ്ട്. ആ കുടത്തിൻ്റെ ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് അതിനെ അൺഷേപ്പ്ഡ് എന്നും പറയാറുണ്ട്. നമ്മുടെ പുസ്തകത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഡിക്ലൈനിങ് പോട്ടെ, ഇത് നമുക്ക് മറന്നേക്കാം. ഡിക്ലൈനിങ് എന്താണ് അതിലൂടെ മനസ്സിലാവുന്ന? ആ പിരമിഡിൽ അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പ്രീ റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പിനേക്കാൾ ഉണ്ട് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ്, റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പിനേക്കാൾ ഉണ്ട് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ്. അപ്പോൾ മറ്റ് രണ്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പാണ് കൂടുതൽ വരുന്നത് എന്നതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കും? ബർത്തിനേക്കാൾ കൂടുതൽ ഡെത്ത് ആയിരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് നാളുകളിൽ അവിടുത്തെ പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്യും, ഡിക്ലൈനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ 3 പിരമിഡുകളും തന്നിട്ട് ABC ഐഡൻറ്റിഫൈ ദ 3 ടൈപ്സ് ഓഫ് പോപ്പുലേഷൻസ്. അപ്പം ജസ്റ്റ് നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? അതിൻ്റെ പേര് എക്സ്പാൻഡിങ് എന്നുള്ളതും സ്റ്റേബിൾ എന്നുള്ളതും ഡിക്ലൈനിങ് എന്നുള്ളതും എഴുതിയാൽ മാത്രം മതി. 1. 2, what happens to the third population and why? What happens to the third population and why എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെ തേർഡ് പോപ്പുലേഷൻ ഏതാ? ഡിക്ലൈനിങ് പോപ്പുലേഷൻ. വാട്ട് ഹാപ്പൻസ് ടു ദ തേർഡ് പോപ്പുലേഷൻ എന്ന് വെച്ചാൽ പോപ്പുലേഷൻ മേ ഡിക്ലൈൻ, പോപ്പുലേഷൻ ഡിക്ലൈൻ എന്നാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. എന്തുകൊണ്ട്? ബിക്കോസ് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ് ഈസ് മോർ, സോ മോർ ഡെത്ത് ടേക്സ് പ്ലേസ് ദാൻ ബർത്ത്. ജനനത്തെക്കാൾ കൂടുതൽ മരണമായിരിക്കും സംഭവിക്കുന്നത്, അതുകൊണ്ട് പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യും എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. സോ ആ അർത്ഥത്തിൽ ഈ ഡയഗ്രാം തന്നിട്ട് ഒട്ടേറെ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ ഡയഗ്രാം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സിനെ കുറിച്ചാണ്, പോപ്പുലേഷനെ സ്വാധീനിക്കുന്ന 4 ഫാക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിച്ചത്. ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, സെക്സ് റേഷ്യോ ആൻഡ് ഏജ് ഡിസ്ട്രിബ്യൂഷൻ. സോ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് എന്ന രീതിയിൽ നമ്മൾ പരിചയപ്പെട്ട ഈ 4 ഫാക്ടേഴ്സ്, ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രദേശത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റിയെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. എന്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? പോപ്പുലേഷൻ ഡെൻസിറ്റി മീൻസ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പോപ്പുലേഷൻ ഇൻ യൂണിറ്റ് ഏരിയ. ഇപ്പോൾ ഏതിനെക്കുറിച്ചാണ്? മനുഷ്യൻ്റെ പോപ്പുലേഷൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിലെ മനുഷ്യൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണ്, ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ സ്ലൈഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കേരളത്തിലെ പോപ്പുലേഷൻ 3,34,00,000 പരമാണ്. കേരളത്തിലെ ഏരിയ എന്ന് പറയുന്ന 33,863 സ്ക്വയർ കിലോമീറ്റർ. ഈ സ്ക്വയർ കിലോമീറ്റർ കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് 859 മറ്റോ കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? 3,33,00,000 സംതിങ് ആണ് കേരളത്തിലെ ജനസംഖ്യയെങ്കിൽ ആ 3,33,00,000 ജീവിക്കുന്ന കേരളത്തിലെ ഏരിയ ആയ 33,000 പരം കിലോമീറ്റർ കൊണ്ട് ഭാഗിച്ചാൽ 1 കിലോമീറ്റർ സ്ക്വയർ ഏരിയ ആയിരിക്കും. അതാണ് നമ്മുടെ യൂണിറ്റ് ഏരിയ. 1 കിലോമീറ്റർ സ്ക്വയറിൽ ഉള്ള ജനങ്ങളുടെ എണ്ണമാണ് ഈ പറഞ്ഞ 859 എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് കേരളത്തിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലായി? ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ ഏറ്റവും പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ജില്ല ഏതാണെന്നറിയാം? തിരുവനന്തപുരമാണത്. അത് 1200 മേളിലോ മറ്റോ വരും. പോപ്പുലേഷൻ ഡെൻസിറ്റി എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി സ്വാധീനിക്കുന്ന ഘടകങ്ങളിലേക്കാണ് നമുക്ക് വരേണ്ടത്. ഇപ്പം ഞാൻ മനുഷ്യൻ്റെ കേസ് പറഞ്ഞപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാട്ടോ പറഞ്ഞത്? നമ്പർ വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്തത്. എല്ലായ്പ്പോഴും നമുക്ക് നമ്പർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല.
കാരണം ഇപ്പോൾ നിങ്ങൾ 2 ഇലകൾ എടുക്കുന്നു, ഒരു വാഴയില പുളിയില എടുക്കുന്നു, 100 പുളിയില. അപ്പോൾ അവിടെ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്പർ എടുത്തു കഴിഞ്ഞാൽ, അല്ലേ, പുളിയില എന്ന് പറഞ്ഞാൽ ഒരു സ്പീഷീസിനെ ഉദ്ദേശിച്ചതാണ്. നമ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 100 പുളിയിലേക്കാൾ കൂടുതലുണ്ട് ഒരു വാഴയില. അവിടെ നമ്മൾ ഏരിയ എന്ന പാരാമീറ്റർ എടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ സ്കൂൾ ക്യാമ്പസ്, 1 ഏക്കറുള്ള സ്കൂൾ ക്യാമ്പസ്, 1 ഏക്കർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. 100 സെൻറ്റുള്ള നിങ്ങളുടെ സ്കൂൾ ക്യാമ്പസിൽ 500 തുമ്പച്ചെടി നിൽപ്പുണ്ടെന്നിരിക്കട്ടെ, തുമ്പ. ഓക്കെ, 500 തുമ്പച്ചെടി നിൽപ്പുണ്ട്. നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. എത്ര സ്ഥലത്താണ്? 100 സെൻറ്റിനകത്ത്. അപ്പോൾ അവിടെ നമുക്കറിയാം, അങ്ങനെയാണെങ്കിൽ 100 സെൻറ്റിൽ 500 ആണെങ്കിൽ 1 സെൻറ്റിലുള്ളത് 5 എണ്ണമാണെന്ന് നമുക്കറിയാം. ഇതേ സമയത്ത് തന്നെ ആ കോമ്പൗണ്ടിൽ നിൽക്കുന്ന മാവുകളുടെ എണ്ണം നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. ഒരു പക്ഷേ 10 മാവുണ്ടെന്ന് നിൽക്കട്ടെ. ഏത്? ഈ 100 സെൻറ്റിനകത്ത് 10 മാവുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയായി? 0.1 ആയി, അല്ലേ? 0.1 ആണ്. അപ്പോൾ പറയുമ്പോൾ നമ്മൾ പറയും നമ്മുടെ സ്കൂൾ ക്യാമ്പസിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി, തുമ്പയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി 5 ആണ്. അതേസമയത്ത് മാവിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി 0.1 ആണ്. ഈ 0.1ൻ്റെ എത്ര മടങ്ങാണ് 5 എന്ന് നമുക്കറിയാം. എന്നാൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കേ, ഈ 500 തുമ്പച്ചെടിയുടെ മാസിനേക്കാൾ അല്ലെങ്കിൽ വോളിയത്തിനേക്കാൾ കൂടുതലായിരിക്കുമല്ലോ ഒരു മാവിൻ്റെ തന്നെ വോളിയം. അപ്പോൾ വ്യത്യസ്തമായ 2 സ്പീഷീസുകൾ നമ്മൾ കമ്പയർ ചെയ്യുവാൻ നമ്പർ എന്ന പാരാമീറ്റർ എടുത്താൽ നമുക്ക് തെറ്റായൊരു കൺസെപ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ഒരുപക്ഷെ മാസ് എടുക്കേണ്ടി വരും. മാസ് എടുക്കുമ്പോൾ ഈ ഡിഫറൻസ് ഉണ്ടാവില്ല. ഒരേ സ്പീഷീസിൻ്റെ തന്നെ 2 വ്യത്യസ്തമായ ഭാഗങ്ങളിലുള്ളതിനെ കമ്പയർ ചെയ്യുവാൻ നമുക്ക് വേണമെങ്കിൽ ഒരേ പറഞ്ഞ നമ്പർ ഉപയോഗിക്കാമെങ്കിൽ വ്യത്യസ്തമായ 2 സ്പീഷീസുകളെ കമ്പയർ ചെയ്യേണ്ടി വരുമ്പോൾ ആനുപാതികമായിട്ടുള്ള പാരാമീറ്ററുകൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്താണെന്നാണ് പറഞ്ഞത്. ഈ പോപ്പുലേഷൻ ഡെൻസിറ്റിയെ സ്വാധീനിക്കുന്ന, ഒരു പ്രദേശത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റിയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട 4 ഘടകങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രമാണ് നമ്മുടെ പുസ്തകത്തിൽ പേജ് നമ്പർ 229 നിങ്ങൾക്ക് കാണാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചിത്രമാണത്. ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ, പേജ് നമ്പർ 229 കാണുന്ന ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ, ആ ചിത്രത്തിൻ്റെ സെൻട്രലായിട്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി കാണിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൻ്റെ സെൻട്രലായിട്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിത്രത്തിലേക്ക് തന്നെ നോക്കുക. അതിന് ചുറ്റും 4 ഫാക്ടേഴ്സിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? 1 നേറ്റാലിറ്റി, നമ്പർ ഓഫ് ബർത്ത്. 2 മോർട്ടാലിറ്റി, മരണനിരക്ക്, മരണം. 3 ഇമിഗ്രേഷൻ. 4 എമിഗ്രേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രദേശത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റിയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട 4 കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇതിൽ നമുക്കറിയാം, ഒരു പ്രദേശത്തുള്ള നമ്പർ ഓഫ് ബർത്ത് കൂടുമ്പോൾ, ജനനം കൂടുമ്പോൾ അതിനനുസരിച്ച് പോപ്പുലേഷൻ കൂടുമല്ലോ. തിരിച്ച് മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ പോപ്പുലേഷൻ കുറയുമല്ലോ. അതുകൊണ്ടാണ് ഈ ചിത്രത്തിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നേറ്റാലിറ്റിയിൽ നിന്ന് ആരോ ഡെൻസിറ്റിയിലേക്ക്, പോപ്പുലേഷൻ ഡെൻസിറ്റിയിലേക്കാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ മോർട്ടാലിറ്റി കാണിച്ചെടുത്തേക്ക് പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ നിന്ന് ആരോ പുറത്തേക്കാണ് കാണിച്ചിരിക്കുന്നത്. കാര്യം എന്താ? നേറ്റാലിറ്റി പോപ്പുലേഷൻ ഡെൻസിറ്റിയിലേക്ക് ആഡ് ചെയ്യുന്ന ഫാക്ടർ, പോപ്പുലേഷനെ ആഡ് ചെയ്യുന്ന ഫാക്ടർ ആണെങ്കിൽ മോർട്ടാലിറ്റി ഡെൻസിറ്റിയിൽ നിന്ന് പോപ്പുലേഷൻ കുറയ്ക്കുന്ന ഫാക്ടറാണ്. അതേപോലെ തന്നെ മറ്റു 2 കാര്യങ്ങളാണ് ഇമിഗ്രേഷനും എമിഗ്രേഷനും. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വരവ്. ഇപ്പം നമുക്കറിയാം, കേരളത്തിലെ പോപ്പുലേഷൻ കൂട്ടുന്നതിൽ ഇവിടേക്ക് വരുന്ന ബംഗാളികൾ, ദേ ആർ ഇമിഗ്രൻസ്. നമ്മുടെ പോപ്പുലേഷൻ കൂട്ടിയ ഇമിഗ്രൻസ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫ് കൺട്രീസിലേക്കോ അമേരിക്കയിലേക്കോ ഒക്കെ പോയിട്ടുള്ളവർ, അവരെ എമിഗ്രൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ഇമിഗ്രൻസ് പോപ്പുലേഷൻ കൂട്ടുന്നു. അതുകൊണ്ടാണ് ഈ ചിത്രത്തിൽ
പോപ്പുലേഷൻ ഡെൻസിറ്റിയിലേക്കാണ് ആരോ കൊടുത്തിരിക്കുന്നത്. തിരിച്ച് എമിഗ്രൻസ് നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇവിടുന്ന് പോയവർ കുറയ്ക്കുന്നു. അപ്പോൾ ഈ ചിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കഴിഞ്ഞ പബ്ലിക് എക്സാമിന് കൂടി ചോദിച്ചതാണ് ഏതർത്ഥത്തിൽ ഈ ചിത്രം തന്നിട്ട് ഇതിലേതെങ്കിലും ചുറ്റുമുള്ള 4 ബോക്സുകളിൽ ഏതെങ്കിലും 2 ബോക്സുകൾ ഒഴിച്ചിട്ടിരിക്കും, അത് ഫില്ല് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ അവിടെ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിച്ചേക്കണം, ആ ബോക്സുകളിലെ ആരോ എങ്ങനെയാണ് അതുകൂടി നോക്കി വേണം ഫില്ല് ചെയ്യാൻ. ഇപ്പോൾ ചോദ്യം ഫിൽ അപ്പ് ദ ബോക്സസ് എന്നും പറയാം, എ ആൻഡ് ബി, ആൻഡ് വിച്ച് ആർ ദ നാച്ചുറൽ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് പോപ്പുലേഷൻ എന്നുകൂടി അതിനോടൊപ്പം ചേർത്ത് ചോദിക്കാം. ഓക്കെ, സോ ഈ ഡയഗ്രം തന്നിട്ട് ഫിൽ അപ്പ് ദ ബോക്സസ് എ ആൻഡ് ബി ആൻഡ് വിച്ച് ആർ ദ നാച്ചുറൽ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് പോപ്പുലേഷൻ. ഏതൊക്കെയാണ് ഇവിടുത്തെ നാച്ചുറൽ ഫാക്ടേഴ്സ്? നമുക്കറിയാം, നാറ്റാലിറ്റിയും മോർട്ടാലിറ്റിയുമാണ് പ്രകൃതിയുള്ള ഫാക്ടേഴ്സ്. ഇമിഗ്രേഷനും എമിഗ്രേഷനും പ്രകൃതിയല്ല, നമ്മളാണ് തീരുമാനിക്കുന്നത് പോകുക വരണമെന്നുള്ളത്. അതുകൊണ്ട് അത് പോപ്പുലേഷൻ ഡെൻസിറ്റിയെ സ്വാധീനിക്കുന്ന നാച്ചുറൽ ഫാക്ടർ അല്ല. അപ്പോൾ ഈ ഡയഗ്രം വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ശ്രദ്ധിക്കുക. പുസ്തകത്തിൽ ഈ ഡയഗ്രത്തിന് താഴെ പോപ്പുലേഷൻ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കാണാം. ദാറ്റ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു, എന്താണ് ആ ഇക്വേഷൻ? എൻ ടി പ്ലസ് 1 ഈക്വൽസ് എൻ ടി പ്ലസ് ബി പ്ലസ് ഐ മൈനസ് ഡി പ്ലസ് ഇ. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇതനുസരിച്ച് ഒരു പ്രദേശത്തെ എൻ ടി പ്ലസ് 1, വാട്ട് ഈസ് എൻ ടി പ്ലസ് 1? ടോട്ടൽ പോപ്പുലേഷൻ ആഫ്റ്റർ യൂണിറ്റ് ടൈം ഇൻ്റർവൽ. ഇപ്പോൾ 2020 നേരത്തെ നമ്മൾ കണക്കനുസരിച്ച് പറഞ്ഞാൽ 2020 പോപ്പുലേഷൻ നമുക്കറിയാം, ദാറ്റ് ഈസ് ഇനിഷ്യൽ പോപ്പുലേഷൻ. സപ്പോസ് 1000 എന്നിരിക്കട്ടെ എൻ ടി, സോ ദാറ്റ് ഈസ് ഇനിഷ്യൽ ടോട്ടൽ പോപ്പുലേഷൻ 1000. അങ്ങനെയാണെങ്കിൽ എൻ ടി പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് 2020 ജനുവരി 1 പോപ്പുലേഷൻ ആണെങ്കിൽ 2021 ജനുവരി 1 പോപ്പുലേഷൻ 1 വർഷം കഴിഞ്ഞു. അതാണ് ആഫ്റ്റർ യൂണിറ്റ് ഇൻ്റർവൽ. ഇവിടെ 1 ഇയർ. ചിലപ്പോൾ ബാക്ടീരിയയുടെ പോപ്പുലേഷൻ പറയുമ്പോൾ അത് 1 അവർ ആയിരിക്കാം, ഏതെങ്കിലും ഫ്ലൈയുടെ പോപ്പുലേഷൻ പറയുമ്പോൾ ചിലപ്പോൾ 1 വീക്ക് ആയിരിക്കാം. ദാറ്റ് ഡിപ്പെൻഡ്സ്, വാട്ട് എവർ മേ ബി. അപ്പോൾ അതാണ് യൂണിറ്റ് ഇൻ്റർവെല്ലിന് ശേഷമുള്ള പോപ്പുലേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് ഏതൊക്കെ കാര്യങ്ങൾ വേണം? ഈ പറഞ്ഞ നേരത്തെ നമ്മൾ കണ്ട ഈ പഞ്ചായത്തിലെ 2021 ജനുവരിയിലെ പോപ്പുലേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നടന്ന നമ്പർ ഓഫ് ബർത്ത് ഒരു പക്ഷേ 50 പ്ലസ് അവിടേക്കുണ്ടായ ഇമിഗ്രേഷൻ ഒരു പക്ഷേ ഒരു 40 തമിഴ്നാട്ടുകാരോ ബംഗാളികളോ ഒക്കെ ഇവിടേക്ക് വന്നു, അത് മൈനസ് അവിടെ നടന്ന മരണങ്ങൾ ഒരു 30 മരണം, നേരത്തെ നമ്മൾ പറഞ്ഞാണല്ലോ 30 മരണങ്ങൾ നടന്നു, പ്ലസ് അവിടെ നിന്ന് പുറത്തേക്ക് പോയത് ഒരു 30 പേര് പുറത്തേക്ക് ഗൾഫിലേക്കോ അമേരിക്കയിലേക്കോ ഒക്കെ പോയി. അങ്ങനെയാണെങ്കിൽ 2021 ജനുവരി 1 ഇവിടുത്തെ പോപ്പുലേഷൻ എത്രയായിരിക്കും? എത്ര വരും? 1000 പ്ലസ് 90 മൈനസ് 60 സമം മൈനസ് സമം 1030. സി, അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഏത്? ഇങ്ങനെ നെയിം ആൻ ഇക്വേഷൻ അല്ലെങ്കിൽ റൈറ്റ് ആൻ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് പോപ്പുലേഷൻ ഡെൻസിറ്റി ആൻഡ് വാട്ട് ആർ ദ ലെറ്റേഴ്സ് ഡിനോട്ടിങ്. ഈ പറഞ്ഞ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഇക്വേഷൻ എഴുതാൻ പഠിക്കണം. അതിൻ്റെ ഓരോ ലെറ്റേഴ്സ് ഇവിടെ അറിയാം. എൻ ടി പ്ലസ് 1 എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ആഫ്റ്റർ യൂണിറ്റ് ഇൻ്റർവൽ. ദിസ് ഈസ് ഇനിഷ്യൽ പോപ്പുലേഷൻ, നമ്പർ ഓഫ് ബർത്ത്, ഇമിഗ്രൻസ് അല്ലെങ്കിൽ ഇമിഗ്രേഷൻ, നമ്പർ ഓഫ് ഡെത്ത്, എമിഗ്രേഷൻ. ആൻഡ് ഫൈനലി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പുസ്തകത്തിൽ അടുത്ത പേജിൽ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാഫിലേക്ക് നോക്കുക. നിങ്ങൾ പുസ്തകത്തിലെ ഗ്രാഫിലേക്ക് നോക്കിയാൽ ഈ ഗ്രാഫിൽ when time proceeds how population density അല്ലെങ്കിൽ പോപ്പുലേഷൻ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത് ഇത് സൂചിപ്പിക്കുന്ന ഒരു ഗ്രാഫ് നിങ്ങൾക്ക് കാണാം. ആ ഗ്രാഫിൽ ഇങ്ങനെ this is A, then
ബി. രണ്ട് ഗ്രാഫുകൾ നിങ്ങൾക്ക് കാണാം ഈ ചിത്രത്തിൽ. ഇതിൽ എന്താണ് ഈ ഗ്രാഫ് സൂചിപ്പിക്കുന്നത്? വെൻ ടൈം പ്രൊസീഡ്സ്, പോപ്പുലേഷൻ എങ്ങനെ വളരുന്നു എന്നാണ് ഈ ഗ്രാഫ് സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ കേസിൽ എയിൽ നോക്കിയാൽ നമുക്ക് കാണാം പോപ്പുലേഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തു പോവുകയാണ്. യാതൊരു തടസ്സവുമില്ലാതെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തു പോവുകയാണ്. അങ്ങനെ ഇൻക്രീസ് ചെയ്തു പോകുന്ന ഈ പോപ്പുലേഷൻ ഗ്രോത്ത് പാറ്റേണിനെ നമ്മുടെ പുസ്തകത്തിൽ വിളിച്ചിരിക്കുന്നത് ജോമെട്രിക് ഗ്രോത്ത് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്നാണ്. എന്നാൽ രണ്ടാമത്തെ കേസ് നിങ്ങൾ നോക്കിക്കേ, സ്ലോ ആയി പോപ്പുലേഷൻ ഇൻക്രീസ് തുടങ്ങുന്നു, ദെൻ ഫാസ്റ്റായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ വീണ്ടും സ്റ്റഡിയായി വന്നിട്ട് സ്റ്റഡിയായി വരുന്നു. ഇവിടം വരെയാണ് നമ്മുടെ പുസ്തകം പറയുന്നത്. അതിനുശേഷം താഴോട്ട് പോകുന്നുള്ളത് അടുത്ത ഘട്ടം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഗ്രോത്ത് കർവ് പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ. അവിടെ നമ്മൾ ഈ ഒരു ഗ്രോത്ത് പാറ്റേൺ പഠിച്ചു. അതിനെ നമ്മൾ അവിടെ സിഗ്മോയിഡ് ഗ്രോത്ത് കർവ് എന്നും വിളിച്ചു. ഈ ഗ്രോത്ത് കർവിന് 3 ഘട്ടങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ആദ്യം വളരെ സ്ലോ ആയി നടന്ന ഒരു ഫേസ് നമ്മളവിടെ പഠിച്ചു, ലാഗ് ഫേസ്. രണ്ടാമത്തെ ഈ ഘട്ടം വളരെ ഫാസ്റ്റായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഈ ഘട്ടത്തെ എക്സ്പോണൻഷ്യൽ ഫേസ് എന്ന് വിളിച്ചു. ആൻഡ് ദിസ് വൺ ഇതിനെ സ്റ്റേഷനറി ഫേസ് എന്നും വിളിച്ചു. സ്റ്റേഷനറി ഫേസ് എന്നും അവിടെ നമ്മൾ വിളിച്ചു അന്ന് പഠിച്ചപ്പോൾ. ഇവിടെ ഇക്കോളജിയിൽ നമ്മൾ ഈ രണ്ട് ഗ്രാഫിൻ്റെയും പേര് അവിടെ പഠിച്ച സിഗ്മോയിഡ് കർവ് എന്നുള്ള പേരല്ല ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ ഈ ഗ്രാഫിനെ, രണ്ടാമത്തെ ഗ്രാഫിനെ വിളിച്ചിരിക്കുന്ന പേര് നിങ്ങൾക്ക് ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ കാണാം, ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് എന്നാണ്. സോ 2 തരം ഗ്രോത്ത് കർവ്. ഏതാണ്? ഒന്ന്, പോപ്പുലേഷന് യാതൊരു തടസ്സവുമില്ലാതെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ, അതിനെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്നും. എന്നാൽ സ്ലോ ആയി പോപ്പുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്ത് ദെൻ ഗ്രോത്ത് സ്റ്റഡിയായി നിൽക്കുന്ന ഒരു ആക്സിലറേഷൻ ഫേസും തുടർന്ന് ഡീസിലറേഷൻ വരും, അത് പുറകെ വരും ഉള്ള ലോജിസ്റ്റിക് ഗ്രോത്ത് കർവും നിങ്ങൾക്ക് കാണാം. ഇതിൽ ഈ 2 ഗ്രോത്ത് പാറ്റേണിലേക്കും വന്നാൽ പ്രകൃതിയിൽ സംഭവിക്കുന്നത് ഇതിൽ ഏത് ഗ്രോത്ത് പാറ്റേൺ ആയിരിക്കും? പ്രകൃതിയിൽ സംഭവിക്കുന്നത് ഇതിൽ ഏത് ഗ്രോത്ത് പാറ്റേൺ ആയിരിക്കും? അനിയന്ത്രിതമായ വളർച്ചയുള്ള എ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കുമോ, നിയന്ത്രിതമായ വളർച്ചയുള്ള ബി ആയിരിക്കുമോ? ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നിർത്താം. നമ്മൾ വീട്ടിൽ പാല് ഉറയൊഴിക്കുന്നു. അവിടെ എന്താ ചെയ്യുന്നത്? പാലൊരു ന്യൂട്രിയൻ്റ് മീഡിയമാണ്. ആ ന്യൂട്രിയൻ്റ് മീഡിയത്തിനകത്തേക്ക് നമുക്ക് കുറച്ച് ബാക്ടീരിയംസിനെ ഇനോക്കുലേറ്റ് ചെയ്യുകയാണ് അതിനകത്തേക്ക് സ്വല്പം തൈര് ഒഴിക്കുമ്പോൾ. അവിടെ എന്ത് സംഭവിക്കും? ആ പാലെന്ന ന്യൂട്രിയൻ്റ് മീഡിയം ആ ഹാബിറ്റാറ്റിൽ നിന്നുകൊണ്ട് ന്യൂട്രിയൻസ് സ്വീകരിച്ചുകൊണ്ട് ആ ബാക്ടീരിയംസ് ആദ്യം അതിൻ്റെ വളർച്ച സ്ലോ ആയിരിക്കും. ദെൻ ന്യൂട്രിയൻസ് എല്ലാം കൂടെ സ്വീകരിച്ചുകൊണ്ട് ബാക്ടീരിയ പോപ്പുലേഷൻ ഫാസ്റ്റായിട്ട് വളരുന്നു, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കാണിക്കും. അങ്ങനെ വളർന്ന് അടുത്ത ദിവസമൊക്കെ ആകുമ്പോഴേക്കും അത് പെറ്റുപെരുകി കൊടാനുകൂടി ബാക്ടീരിയയായി മാറിയിട്ടുണ്ടാകും. അപ്പോൾ ഈ പെറ്റുപെരുകി ഉണ്ടായ ബാക്ടീരിയംസിനെല്ലാം കൂടി ആവശ്യമായിട്ടുള്ള ലാക്ടോസ്, ദാറ്റ് മീൻസ് റിസോഴ്സ്, ന്യൂട്രിയൻറ്റ്, അതിൽ അവൈലബിൾ അല്ലാതെയാകും. അപ്പോൾ അവിടെ ബാക്ടീരിയംസിനിടയിൽ കോമ്പറ്റീഷൻ ഡെവലപ്പ് ചെയ്യും. ഗ്രാജുവലി അതിനകത്ത് ഒട്ടും ലാക്ടോസ് ന്യൂട്രിയൻ്റ് ഇല്ലാതെയാകും. അപ്പോൾ ഈ ന്യൂട്രിയൻ്റ് കുറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ഈ പെറ്റുപെരുകിയ ബാക്ടീരിയയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ സ്പേസ് കിട്ടാത്ത സാഹചര്യത്തിൽ ബാക്ടീരിയൽ പോപ്പുലേഷൻ എന്താകും? സ്റ്റഡിയാകും. വീണ്ടും നമ്മൾ ഈ തൈര് 3-4 ദിവസത്തേക്ക് വെച്ചിരുന്നാൽ എന്ത് സംഭവിക്കും? തൈര് കെട്ടുപോയി എന്ന് നമ്മൾ പറയും. കാരണം എന്താ? അതിനകത്ത് റിസോഴ്സുകൾ തീരെ ഇല്ലാതെയാകും, ന്യൂട്രിയൻസ് ഇല്ലാതെയാകും, ഈ ഉണ്ടായ ബാക്ടീരിയൽ പോപ്പുലേഷൻ സർവൈവ് ചെയ്യാൻ ആവശ്യമായ സ്പേസ് ഇല്ലാതെയാകും. അപ്പോൾ പിന്നീട് ബാക്ടീരിയൽ പോപ്പുലേഷൻ നശിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ്റെ അടുത്ത ഫേസായ ഡീസിലറേഷനിലേക്ക് പോകും. നമ്മുടെ പുസ്തകം അത് പറയുന്നില്ലെങ്കിലും നമ്മുടെ പുസ്തകം ഈ പറഞ്ഞ ഫേസുകളിലൂടെ പോകുന്നു. ഇനി എൻ്റെ ചോദ്യം, ഈ എക്സ്പോണൻഷ്യൽ ഗ്രോത്തിൽ നിന്ന് വിരുദ്ധമായി, അല്ലെങ്കിൽ ഈ കണ്ട ലോജിസ്റ്റിക് ഗ്രോത്ത് എന്ന് നമ്മൾ വിളിച്ച ഈ പോപ്പുലേഷൻ പാറ്റേൺ, ഈ പറഞ്ഞ എക്സാമ്പിളിൽ അതിനെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആക്കി മാറ്റാൻ നമുക്ക് കഴിയുമോ? ആ പാൽ ഉറയിച്ചു വെച്ചിരിക്കുന്നതിൽ ഈ ഗ്രോത്ത് പാറ്റേണിനെ ഈ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയുമോ? കഴിയും. എന്ത് ചെയ്താൽ മതി? ഓരോ ദിവസവും നമ്മൾ അതിനകത്തേക്ക് കുറേ പാല് ആഡ് ചെയ്ത് കൊടുക്കുന്നു, മീൻസ് കൾച്ചർ മീഡിയം ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എന്തൊക്കെ കിട്ടി? ആ പാൽ ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ സ്പേസ് കൂടി, അതോടൊപ്പം ന്യൂട്രിയൻ്റ് കണ്ടിന്യൂസ് ആയി സപ്ലൈ കിട്ടി. അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നാൽ ഈ ഗ്രോത്ത് ഇങ്ങനെ തന്നെ പോത്തില്ലേ? സ്റ്റഡി ആവുന്നതില്ലല്ലോ. അപ്പം എന്ത് മനസ്സിലായി? പ്രകൃതിയിൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കില്ല നടക്കുന്നത്, ലോജിസ്റ്റിക് ഗ്രോത്ത് ആയിരിക്കും. ലോജിസ്റ്റിക് വാക്കിൽ തന്നെയുണ്ട്, യുക്തം, ലോജിക്കൽ ഗ്രോത്താണത്. എന്താ കാര്യം? എപ്പോഴാണ് ലോജിസ്റ്റിക് ഗ്രോത്തിൽ നിന്ന് എക്സ്പോണൻഷ്യൽ ഗ്രോത്തിലേക്ക് മാറിയത്? വെൻ
റിസോഴ്സസ് ബിക്കം ഫ്രീലി അവൈലബിൾ. കണ്ടിന്യൂസ് ആയിട്ട് റിസോഴ്സ് കിട്ടിക്കൊണ്ടിരുന്നാൽ മാത്രമേ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നടക്കൂ എന്നാണ് ഈ എക്സാമ്പിൾ തെളിയിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താ? പ്രകൃതി ഒരു ജീവികൾക്കും അൺലിമിറ്റഡ് ആയിട്ട് റിസോഴ്സ് നൽകുന്നില്ല. ലിമിറ്റഡ് ആണ് റിസോഴ്സ്. ആ ലിമിറ്റഡ് റിസോഴ്സിൻ്റെ പരിധി എവിടെയാണോ അവിടം വരെ മാത്രമേ ഗ്രോത്ത് പ്രകൃതി നടക്കൂ. ആ പരിധിയെയാണ് ഇവിടെ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് ഓരോ സ്പീഷീസ് ഓഫ് ഓർഗാനിസംസിനെയും ക്യാരി ചെയ്യാൻ കഴിയുന്ന മാക്സിമം ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ആ കപ്പാസിറ്റിയാണ് ക്യാരിയിങ് കപ്പാസിറ്റി. അതിനപ്പുറത്തേക്ക് ഗ്രോത്ത് നടക്കത്തില്ല. പ്രകൃതി അതിന് തടയിടും. കാരണം ഡ്യൂ ടു ലാക്ക് ഓഫ് റിസോഴ്സസ്. ആ റിസോഴ്സസ് എന്ന് പറയുന്നത് ന്യൂട്രിയൻസ് ആവാം, ലാക്ക് ഓഫ് സ്പേസ് ആവാം, ഒക്കെ ആവാം. അപ്പോൾ ഇത് രണ്ടുമാണ് രണ്ട് തരം ഗ്രോത്ത് പാറ്റേൺ. സോ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആൻഡ് ലോജിസ്റ്റിക് ഗ്രോത്ത്. പുസ്തകം എടുത്താൽ ഈ രണ്ട് ഗ്രോത്ത് പാറ്റേണുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് ഇക്വേഷൻസും നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. ഇത് ചിലപ്പോഴൊക്കെ പരീക്ഷയ്ക്ക് ഈ റൈറ്റ് ദ ഇക്വേഷൻ ഫോർ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്നും റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ലോജിസ്റ്റിക് ഗ്രോത്ത് എന്നും പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതോടൊപ്പം അതിലെ ഇക്വേഷനിലെ ലെറ്റേഴ്സ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ നോക്കിവെക്കുക. അതോടൊപ്പം അവസാനമായ ഒരു ക്വസ്റ്റ്യൻ കൂടിയുള്ളത്, ലോജിസ്റ്റിക് ഗ്രോത്ത് വരുന്നിടത്ത് വെയർഹാൾസ് പേൾ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ലോജിസ്റ്റിക് ഗ്രോത്തിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ ദ ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡൽ ഈസ് കൺസിഡേർഡ് ആസ് എ റിയലിസ്റ്റിക് വൺ. വൈ? ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡൽ ഈസ് കൺസിഡേർഡ് ആസ് എ റിയലിസ്റ്റിക് വൺ. യാഥാർത്ഥ്യബോധമുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ്. എന്തുകൊണ്ട്? ഉത്തരം പുസ്തകത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം. നോ പോപ്പുലേഷൻ ഓഫ് എനി സ്പീഷീസ് ഇൻ നേച്ചർ ഹാസ് ഇറ്റ്സ് ഡിസ്പോസൽ അൺലിമിറ്റഡ് റിസോഴ്സസ് ടു പെർമിറ്റ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. ആൻഡ് വെൻ റിസോഴ്സസ് ബിക്കം ലിമിറ്റിംഗ്, ലോജിസ്റ്റിക് ഗ്രോത്ത് വിൽ ടേക്സ് പ്ലേസ്. എന്താ അതിൻ്റെ അർത്ഥം? പ്രകൃതി ഒരു ജീവജാലത്തിനും അൺലിമിറ്റഡ് ആയിട്ട് റിസോഴ്സ് നൽകിയിട്ടില്ല. അൺലിമിറ്റഡ് ആയിട്ട് റിസോഴ്സ് നൽകിയെങ്കിൽ മാത്രമേ ഏത് ഗ്രോത്ത് നടക്കൂ? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നടക്കൂ. വെൻ റിസോഴ്സസ് ബിക്കം ലിമിറ്റിംഗ്, ഏത് ഗ്രോത്തേ നടക്കൂ? ലോജിസ്റ്റിക് ഗ്രോത്തേ നടക്കൂ. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദ ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡൽ ഈസ് കൺസിഡേർഡ് ആസ് എ റിയലിസ്റ്റിക് വൺ. ജസ്റ്റിഫൈ. അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം. അതും നോക്കി വയ്ക്കുക. മനുഷ്യൻ ഉൾപ്പെടെയുള്ള ഏതൊരു ജീവിയും മനസ്സിലാക്കണമെന്നൊരു കാര്യമാണ് ഇത്. മനുഷ്യൻ്റെ പോപ്പുലേഷൻ ആയാലും ഏതെങ്കിലും ഒരു പ്രദേശത്ത് അനിയന്ത്രിതമായി കൂടിയാൽ പ്രകൃതിക്ക് താങ്ങാവുന്ന ക്യാരിയിങ് കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് പോപ്പുലേഷൻ കൂടിയാൽ പ്രകൃതി ഇടപെടും. അത് നാച്ചുറൽ കലാമിറ്റിയുടെ രൂപത്തിലാവാം, പകർച്ചവ്യാധികളുടെ രൂപത്തിലാവാം. പോപ്പുലേഷനെ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ ആ ഇക്കോസിസ്റ്റത്തിൻ്റെ ബാലൻസ് തകർന്നു പോകും. അത് പ്രകൃതിയുടെ നിയമമാണ്. അതാണ് ഈ ഗ്രാഫ് സൂചിപ്പിക്കുന്നത്. സോ ഇത്രയുമായപ്പോൾ പോപ്പുലേഷനെ സംബന്ധിച്ചും പോപ്പുലേഷനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പോപ്പുലേഷൻ ഗ്രോത്ത് പാറ്റേണിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. തുടർഭാഗങ്ങൾ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. നന്ദി.